ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെപ്രസെന്റേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റ് വന്നു കഴിഞ്ഞു. നല്ല ലെങ്തി ആയിട്ടുള്ള അത്തരത്തിലുള്ള ഡെസിമൽ പോയിന്റ് വന്നിട്ടുള്ള ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അതേപോലെ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെ നമ്മൾ ബൈനറി ലാംഗ്വേജിൽ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതിന്റെ ചെറിയൊരു ഭാഗം മാത്രമുള്ള ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കില്ല. അതിൻ്റെ ഒരു ഇൻട്രോ പാർട്ട് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ആ ഒരു ഭാഗമാണ് ഇനി പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇത് രണ്ടും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ക്യാരക്ടേഴ്സ് എങ്ങനെ ബൈനറിയിൽ അവതരിപ്പിക്കാം, ഇതേപോലെ വലിയ വലിയ റിയൽ നമ്പേഴ്സ് എങ്ങനെ ബൈനറിയിൽ അവതരിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇത്തിരി വലിയ ഡിജിറ്റുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ് ഇടയിൽ വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സ് ഒരു 32 ബിറ്റ് റെപ്രസെന്റേഷൻ നിങ്ങൾ പേജ് നമ്പർ 23 നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഒരു 32 ബിറ്റ് റെപ്രസെന്റേഷനിലാണ് സാധാരണ കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ പാർട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 72.91000243. ഓക്കെ, ഇതേപോലുള്ള ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ലാർജ് നമ്പേഴ്സ് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ m × 10⁻⁸ എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഇവിടെയാണ് അതിൻ്റെ ഒരു മോഡൽ അവതരിപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ ഓഫ് റിയൽ നമ്പർ x = m × 10⁻⁸. ഓക്കെ, m എന്ന് പറയുന്നതിനെ മാന്റിസ എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഈ തന്നിരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ മാന്റിസ ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ 72.91000243 എന്നുള്ളത് ഈ ഡെസിമൽ പോയിന്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് പ്ലേസിലേക്ക് നീക്കും. ഓക്കെ, നമ്മുടെ കറക്റ്റ് സീറോസ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഫിഗർ ആക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കും. സോ ഇവിടെ നമ്മൾ കാണുന്നു 72 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് കിടന്നിരുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി. ഇനി 2 പ്ലേസ് ആണ്, 2 പ്ലേസ് ആണ് നമ്മൾ ലെഫ്റ്റിലേക്ക് നീക്കിയത്. സോ ഇൻറ്റു 10⁻². അപ്പോൾ എത്ര പ്ലേസ് ആണോ നീക്കണേ അതിനെയാണ് ഇവിടെ 2 അല്ലെങ്കിൽ ഇവിടെ 10⁻E എന്ന് പറയുന്നത്, എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പ്ലേസ് നീക്കിയ കാരണം നമ്മൾ 2 എന്നുള്ള ആ ഒരു എക്സ്പോണന്റ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. ഓക്കെ, m എന്ന് പറയുന്ന മാന്റിസ എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ഡിജിറ്റാണ് നമ്മൾ മാന്റിസ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നമ്പർ ഇത്ര 3 നമ്പർ കിട്ടി, അതിന് നമ്മൾ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നു. സോ ബാക്കി ആ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് വരുന്ന നമ്പറിനെ മാന്റിസ എന്ന് പറയുന്നു. ഇനി ഇൻറ്റു 10⁻², അല്ലെങ്കിൽ എത്ര പ്ലേസ് ആണോ നമ്മൾ നീക്കിയത് അതിന് നമ്മളിവിടെ ലെഫ്റ്റിലേക്ക് നീക്കിയത് എത്ര പ്ലേസ് ആണോ അതിന് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നു, 10⁻² എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ 98 ഈ പറയുന്ന 81 വരെയുള്ള ഈ സംഖ്യ ഈ പറയുന്ന പോലെ ഡെസിമൽ പോയിന്റ് 0.98 എന്നാക്കുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ സാധാരണ ഡെസിമൽ പോയിന്റ് വരുന്നത് വെച്ചെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ 9 പ്ലേസ് ഇങ്ങോട്ട് നീക്കി. ഓക്കെ, സോ ഇൻറ്റു 10⁻9 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതേപോലെ ഡെസിമൽ പോയിന്റ് എല്ലാവരുടെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നു. ഇതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നീക്കിയത് എത്ര പ്ലേസ് ആണോ ആ പ്ലേസിനെ നമ്മളിവിടെ ലാസ്റ്റ് എത്രയാണോ അത് നമ്മളിവിടെ എക്സ്പോണന്റ് എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നു. സോ ഇതാണ് m മാന്റിസ ഇൻറ്റു 10⁻⁸ എക്സ്പോണന്റ്. എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്ലേസ് ആണോ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയത് അത്രയും പ്ലേസ്. ഓക്കെ, ഇവിടെ 9 സ്ഥാനങ്ങൾ, ഇവിടെയാണ് സാധാരണ വരിക ഡെസിമൽ പോയിന്റ്. 9 സ്ഥാനങ്ങൾ നമ്മൾ നീക്കി. സോ 9 സ്ഥാനങ്ങൾ ഇവിടെ എക്സ്പോണന്റ് ആയിട്ട് നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു സംഗതി. സോ m × 10⁻E അല്ലെങ്കിൽ m10E എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്. ഇതാണ് m മാന്റിസ, ഇത് 10 എക്സ്പോണന്റ് E. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ ഇതില് ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാർട്ട് പറയുന്നുണ്ട്. അതായത് 32 ബിറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നമ്മളൊരു ഫോർമാറ്റ് കണ്ടിരുന്നത്, അതായത് മുന്നത്തെ ഒരു പേജിൽ ഇതിൽ ഇതാണല്ലോ ഒരു ബിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 7 ബിറ്റ് അല്ലെങ്കിൽ ഒരു 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. 1 2 3 4 5 6 7 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. ഇതേപോലെ 32 ബിറ്റ്. ഓക്കെ, ബാക്കി ഒരു 4 സെറ്റ് ബിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഓരോ തരം ബിറ്റുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഡിജിറ്റിനെ നമ്മൾ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 32 ബിറ്റിലാണ് അതിൻ്റെ സാധനങ്ങൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 32 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്
അത് നമ്മൾ സൈനായിട്ട് ഉപയോഗിക്കും. നമ്മൾ പറയാറുണ്ട് MSB എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ബിറ്റ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കും? സൈനായിട്ട് റിസർവ് ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇതാണ് ഒരു 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. നമ്മളൊരു മോഡൽ എടുക്കുന്നത്. ഓരോ ബിറ്റ് ആയിട്ട് ഒരു 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഇതാണ് സൈൻ റെപ്രസെൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ 0, നെഗറ്റീവ് ആണെങ്കിൽ 1 എന്ന് പറയുന്നത് നമ്മൾ മറ്റേ സൈൻ മാഗ്നിറ്റ്യൂഡിൽ പഠിച്ച ആ സെയിം സംഗതി. അതാണ് ഈ സൈൻ ബിറ്റ്. പിന്നെ ഈ എന്ന് പറയുന്ന ഈ ഒരു 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആണ്. 10⁻² അല്ലെങ്കിൽ 10⁻², 10⁻3, നേരത്തെ 10�9 വന്നു. അപ്പോൾ അതേപോലെ എക്സ്പോണൻ്റ് എത്രയാണോ ആ എക്സ്പോണന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു 7 ബിറ്റ് ഉപയോഗിക്കുക. ഇനി ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒക്കെ അതത്രയും മാൻറ്റിസ എന്ന് പറയുന്ന ബാക്കിയുള്ള ഡിജിറ്റ്സ്. ഇവിടെ നമ്മൾ മാൻറ്റിസ എന്ന് പറഞ്ഞിട്ട് കണ്ടു. ഇവിടെ നമ്മൾ ഈ 98 ഈ പറയുന്ന ഡിജിറ്റാണ് വരിക എന്ന് കണ്ടു. ഇവിടെ ഈ 729100 എന്ന് പറയുന്ന ഡിജിറ്റ്സ് ആണ് വരിക എന്ന് കണ്ടു. സോ അത്രയും പ്ലേസുകൾ എന്തിനാണ് ഉപയോഗിക്കുക? ആ വരുന്ന ഡിജിറ്റ്സിന്. എക്സ്പോണൻസ് കഴിഞ്ഞു. ബാക്കി നമ്മുടെ എന്താണോ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ആ നമ്പേഴ്സിനാണ് മാൻറ്റിസ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവസാന 24 ബിറ്റ്സ് ആ മാൻറ്റിസ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കി ഈ 10⁻² എന്ന് പറയുന്ന എക്സ്പോണന്റ് യൂസ് ചെയ്യാൻ കണ്ടു. ഇവിടെ ഇതായിരിക്കും മാൻറ്റിസ. അപ്പോൾ ആ മാൻറ്റിസ റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ 10⁻². അപ്പോൾ ആ -2ന്റെ നമ്പേഴ്സ് കറണ്ട് ആയിട്ടുള്ള നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ എക്സ്പോണന്റ് ഉപയോഗിക്കും. ഇവിടെ സൈൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അറിയാൻ 0, 1 വെച്ചിട്ട് അത് അറിയാൻ ഉപയോഗിക്കും. ഇനി ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൈനറിയിലാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ ഇത് ഇതേപോലെയല്ല. നമ്മൾ ജസ്റ്റ് ഇതിലൊരു റെപ്രസെന്റേഷൻ എങ്ങനെയാന്ന് പഠിക്കുന്നുള്ളൂ, ഇതിന്റെ ഒരു ഫോം എങ്ങനെയാന്ന് പഠിക്കുന്നുള്ളൂ. ശരിക്കും ഇതിന്റെ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറിക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം IEEE ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് ഇതിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു നമ്പർ ആയാലും. ഇപ്പോൾ സോ അങ്ങനത്തെ അസൈനിങ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മളത് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് തന്നു മാത്രം. ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ അല്ലെങ്കിൽ വലിയ അത്തരത്തിലുള്ളൊരു നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അത് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് നമ്മൾ പോയിന്റ് ഏത് ഡിജിറ്റാണോ ഉള്ളത് ആ ഡിജിറ്റിൻ്റെ അവിടേക്ക് നീക്കുന്നു. ആ നീക്കിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ എത്ര ഡിജിറ്റാണോ നീക്കിയത് അത് ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ. സോ ഇവിടെ നമുക്ക് നോക്കാം. 0.00695 ഈക്വൽ 0.695 ഇൻറ്റു 10⁻² എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പോയിന്റ് കഴിഞ്ഞ് 0 കൊടുക്കുന്നുണ്ട്. സോ ഡിജിറ്റിന്റെ അടുത്തേക്ക് ഒരു നോർമൽ ഡിജിറ്റിന്റെ അടുത്തേക്ക് എത്താൻ, സീറോസ് അല്ലാത്ത ഡിജിറ്റിന്റെ അടുത്തേക്ക് എത്താനായിട്ട് നമ്മൾ ഈ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു. സോ അതാണ് ഇവിടെ -2 എന്ന് കൊടുത്തിരിക്കുന്നത്. 0.695 ഇൻറ്റു 10⁻². അപ്പോൾ അത് കാരണമാണ് ഇവിടെ പോയിന്റ് ഉള്ള ഒരു ഡിജിറ്റാണ് മാറ്റി വരുന്നത്. സോ അത് കാരണമാണ് ഇവിടെ ഇത്തരത്തിൽ -2 എന്നുള്ളൊരു സംഗതി വന്നു. ഇവിടെ നോക്കുക 56.2547. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 56ന് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടണം. സോ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നു. സോ 2 പ്ലേസ് ആണ് നമ്മൾ നീക്കിയത്. സോ 10⁻² എന്ന് എഴുതേണ്ടി വരുന്നു. ഇവിടെ -684.6 ആണ്. സോ 3 പ്ലേസ് നമ്മൾ മൈനസ് പോയിന്റ് ഇങ്ങോട്ട് നീക്കണം. സോ 3 പ്ലേസ് മൈനസ് പോയിന്റ് നീക്കുക. -0 നമ്മൾ അതേപോലെ തന്നെ എഴുതുക. പോയിന്റിന് മുന്നുള്ള 0 അതേപോലെ എഴുതുക. 6846 3 പ്ലേസ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയത്. സോ 10⁻3. എക്സ്പോണന്റ് 3 ആയിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഇത് എക്സ്പോണന്റ്, ഇത് മാൻറ്റിസ. സൈൻ ഈ മൈനസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല എഴുതുക. ഈ എക്സ്പോണന്റ് ഈ 10⁻3 അല്ലെങ്കിൽ മാൻറ്റിസ എന്നുള്ളതൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടും. ബൈനറി എന്നുള്ളതിന് പുറമെ IEEE ബയാസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ എഴുതി വെക്കുക. നോർമലായിട്ടൊരു കൺവേർഷനിലല്ല നമ്മൾ എഴുതുക. സോ ഇങ്ങനെ നമ്മൾ ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നതിനെയാണ് നോർമലൈസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നതിനാണ്. ഇവിടെ എഴുതുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഡെസിമൽ പോയിന്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഈസ് കോൾഡ് നോർമലൈസേഷൻ. ഇപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിജിറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നീക്കുന്നതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കേസിലാണ് അവിടെ നമുക്കൊരു മാറ്റം വരിക. ബിക്കോസ് അതൊരു ഡെസിമൽ നമ്പർ ആണ്. നമുക്ക് ഓൾറെഡി പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് ഉണ്ട്. സോ ഇനി ലെഫ്റ്റിലേക്കല്ല, ഒരു സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് കിട്ടാനായിട്ട് നമ്മൾ റൈറ്റിലേക്ക് നീക്കി. സോ -2.
ഓക്കെ, 2 പ്ലേസ് നമ്മൾ റൈറ്റിലേക്ക് നീക്കി. ബാക്കി ലെഫ്റ്റിലേക്ക് ഡെസിമൽ പോയിന്റ് നീക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സാണ് ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് ഇടേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് ഇൻ കേസ് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആയിരിക്കണം നമ്മുടെ പവർ എക്സ്പോണന്റ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. ആ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതിൽ ഇപ്പോൾ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ആദ്യം പഠിച്ചു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്, ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് അവിടെ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ പിന്നെയുള്ള 1's കോംപ്ലിമെന്റിലൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ഈ 1's കോംപ്ലിമെന്റ് നമ്മൾ പഠിച്ചു സ്റ്റാർട്ട് ചെയ്തു. 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ആ 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്തായാലും നീഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലോയിലാണ് ഈ നമ്മുടെ സബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സൈൻ മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ് ഒക്കെ പരസ്പരം റിലേറ്റഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്മളിവിടെ വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സംഗതികൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ കേൾക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? ഇതുവരെ നമ്മൾ കണ്ടത് നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ പലതരത്തില് നമ്പേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ടോട്ടലി ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ബൈനറി ഫോമില് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആൽഫബറ്റ്സ് A to Z ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ സ്മോൾ ലെറ്റേഴ്സ് A to Z, അതുപോലെ എക്സ്ട്രാ സിംബൽസ് 0 to 9 അഗൈൻ ആ നമ്പേഴ്സ്, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ബാക്കിയല്ല. അപ്പോൾ നമുക്കറിയാം കുത്ത്, കോമ അല്ലെങ്കിൽ ആംബർസാൻഡ് അല്ലെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങി എല്ലാ തരം ക്യാരക്ടേഴ്സും ഉൾപ്പെടുന്ന, എല്ലാ തരം നമ്മൾ റൈറ്റിംഗ് ലാംഗ്വേജിൽ ഉൾപ്പെടുന്ന എല്ലാ സിംബൽസും ഉൾപ്പെടുന്നതിനെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 94 ക്യാരക്ടേഴ്സ് നമുക്ക് ബൈനറി ഫോമിൽ റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സാധാരണ ഒരു നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ സാധാരണ ലാംഗ്വേജിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ് നമുക്ക് ബേസ് ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 94 ക്യാരക്ടേഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു 94 എന്നുള്ളൊരു സംഖ്യ ബൈനറിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആവശ്യമായിട്ട് വരും. 7 ബിറ്റുള്ള, അതായത് 0, 1ന്റെ കോമ്പിനേഷൻസ് ഒരു 94 വരെ എഴുതുകയാണെങ്കിൽ, അതായത് 0 തൊട്ടിട്ട് 1 വരെ, A തൊട്ട് Z വരെ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും തന്നെ 26 എണ്ണം വീതം അതുണ്ട്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, എഡീഷൻ സിമ്പിൾ, സബ്ട്രാക്ഷൻ സിമ്പിൾ, ബോർഡ് മാസിന്റെ എല്ലാ സിമ്പിൾസ്, അങ്ങനത്തെ എല്ലാ ക്യാരക്ടേഴ്സും കൂടിയിട്ട് 94 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 94 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ടൊരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഒരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഹലോ എന്ന് പറയുന്ന, ഹലോ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഉള്ളവർ അത് നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ്. സോ ആ ഹലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ ഓരോ വേർഡിന്, ഓക്കെ, ഓരോ ഹലോ HELLO, അപ്പോൾ ഓരോ വേർഡിനും ഓരോ 7 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വരുന്നത് ഓരോ ക്യാരക്ടറിനും. എക്സ്ക്ലമേഷൻ മാർക്കിന് ലാസ്റ്റ് അവർ വേറൊരു കോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ബൈനറി കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് ദാറ്റ് ഓരോ വേർഡ്സിന്, നമ്മൾ എഴുതുന്ന ഓരോ വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ 7 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ ബൈനറി ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന കുറച്ച് ഒരു സെറ്റ് ഓഫ് വേർഡ് ഉണ്ട്, അല്ലെങ്കിൽ +2 എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ആ +2ത്തെ ഓരോ ആൽഫബറ്റിനും PLUS, അപ്പോൾ Pന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ, Lന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ, Uന്, Sന്, അതേപോലെ ഇപ്പോൾ സ്പേസിന്, സ്പേസിനൊരു റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് TWO. ഓക്കെ, അപ്പോൾ TWO അതിനും ഓരോ 7 ബിറ്റ് റെപ്രസെന്റേഷൻ സെപ്പറേറ്റ് കൊടുക്കുന്നു. ഓക്കെ,
അപ്പോൾ ഓരോ ആൽഫബറ്റ്സിനും അല്ലെങ്കിൽ +2 എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ ചോദ്യചിഹ്നോ ഉണ്ടെങ്കിൽ ആ ചോദ്യചിഹ്നത്തിനും സെപ്പറേറ്റ് ഒരു ബൈനറി കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ആൽഫബറ്റ്സിനും ആൽഫബറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആൽഫബറ്റ്സ് മാത്രമല്ല ഈ കുത്തുകോമ ഉൾപ്പെടെ സിമ്പിൾസ് ഉള്ള കാരണം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നു. സോ ഓരോ ക്യാരക്ടേഴ്സിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബൈനറി കോഡ് ഉണ്ട്. ബൈനറി കോഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ് എത്ര ബിറ്റാന്ന് ചോദിച്ചാൽ 7 ബിറ്റ് ആണ്. ഓക്കെ, 7 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരൊറ്റ സ്പേസ്, ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ വേണ്ട ഒരു സ്പേസ്, ഒരു ഡോട്ട് ഇടാൻ അല്ലെങ്കിൽ ഒരു 3 എന്ന് എഴുതാൻ അല്ലെങ്കിൽ ഒരു എന്ന് എഴുതാൻ, അങ്ങനെ എഴുതുന്ന ആ ഒരൊറ്റ സ്പേസിനാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. സോ 8 ബിറ്റ് ചേർന്നാൽ ഒരു ബൈറ്റ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബൈറ്റ് +2 എന്ന് പറയുന്നതിന്റെ പി എന്ന് പറയുന്ന ഒരു ബൈറ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന് താഴെ 7 ബിറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 7 ബിറ്റുകൾ കൂടി ചേർന്നൊരു ബൈറ്റ് ആകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത്. നമുക്ക് വഴിയെ അതൊക്കെ പഠിക്കാനുണ്ട്. ബിറ്റ്, ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് വരെ ഇപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൻ്റെ ബേസിക് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബിറ്റാണ്. ഓക്കെ, ദെൻ നമുക്ക് ബൈറ്റ്. ഇപ്പോൾ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള എക്സാമ്പിളിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം. വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതാണ്. ഹലോ എന്ന് പറയുന്നത് ഒരു HELLO പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അവരിട്ടുണ്ട്. ഓക്കെ, ഒരു 6 ബൈറ്റ് റെപ്രസെന്റേഷൻ ആണ്. ശരിക്ക് അത് തെറ്റിക്കരുത് ഒരിക്കലും, അത് 6 ബൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 6 ബൈറ്റിൽ ഓരോ ബൈറ്റിന്റെ ചുവട്ടിലും 7 ബിറ്റ്സ് വീതം വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഓരോ റെപ്രസെന്റേഷനും നമ്മുടെ ഈ ലാംഗ്വേജിലൂടെ കടന്നു പോകുന്നത്. സോ ഇനി നമ്മൾ ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ബൈനറിയിലേക്കുള്ള സ്റ്റാൻഡേർഡ്സ് എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഹലോ എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഗോ നോക്കൂ, ഇവിടെ ഹലോ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, H എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡാണ് ഈ കാണുന്ന ഒരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ 1 2 3 4 5 6 7. ഓക്കെ, 100,000 എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള നമുക്ക് അങ്ങനെ വായിക്കാം. 100 1000 എന്ന് പറയാം. അപ്പോൾ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഒരു 7 ബിറ്റ് ഇവിടെ വന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, 7 ബിറ്റ് ആണ് വന്നത്. നമുക്ക് ഇതാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ 7 ബിറ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അതേപോലെ 7 ബിറ്റിലാണ് ഇയുടെയും എല്ലിന്റെയും ഒക്കെ റെപ്രസെന്റേഷൻ ഇവിടെ നടക്കുന്നത്. ഈവൻ എക്സ്ക്ലമേഷൻ മാർക്കിന് വഴി അതേപോലത്തെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പോൾ 7 ബിറ്റ് ഇതാണ് അതിലത്തെ ഒരു ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിറ്റ് എന്ന് പറയുന്ന പ്ലേസ് ഇതാണ്. ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവിടെ ഉൾക്കൊള്ളാൻ വേണ്ടുന്ന ഒരു സ്ഥലമാണ് ഒരു ബിറ്റ്. അങ്ങനെ 7 ബിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈറ്റാണ്, അത് സേവ് ചെയ്യുന്നത് ഒരു ബൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ H എന്ന് പറയുന്നത് 7 ബിറ്റ് ഒരു ബൈറ്റിൽ സേവ് ചെയ്തു. ദെൻ E എന്ന് പറയുന്ന അത് ഒരു 7 ബിറ്റ് ഒരു ബൈറ്റായി കണക്കാക്കാം. അങ്ങനെ 6 ബൈറ്റിൽ HELLO 6 ബൈറ്റുകളിൽ ഈ ഫുൾ ഇൻഫോർമേഷൻ കണ്ടന്റ് വരുന്നു. പക്ഷെ ഇതിൽ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുമ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ പോലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 6 ബൈറ്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു 7 ബിറ്റ് പിന്നെ ഒരു 7 ബിറ്റ് പിന്നെ ഒരു 7 ബിറ്റ്. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഒരു 6 ബൈറ്റ് റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ബൈനറി ലാംഗ്വേജിൽ ഇത് കാണിക്കുക. അപ്പോൾ അവിടെ ഒരിക്കലും ഈ ഹലോ എന്നുള്ളൊരു വേർഡ് അവിടെ വരുന്നില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലൂടെയാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത്. തന്നിരിക്കുന്ന ഇൻപുട്ട് ഹലോ എക്സ്ക്ലമേഷൻ മാർക്കാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ബിറ്റുകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന 1s and 0s കോമ്പിനേഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോ ക്യാരക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും ഈക്വൽ ആയിട്ട് ഓരോ കോഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കോഡിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ എന്നുള്ള കാര്യം മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പലതരത്തിലുള്ള കോഡിങ്ങുകളാണ്. ആസ്കി കോഡ്, എബ്സിഡി കോഡ്, ഇസ്കി കോഡ്, യൂണിക്കോഡ്. ഇത്രയും കാര്യങ്ങൾ, യൂണിക്കോഡ് ഇപ്പുറത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ആസ്കി കോഡ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ആസ്കി യൂസസ് 7 ബിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ക്യാരക്ടറിനും 7 ബിറ്റ്സ് യൂസ് ചെയ്യുന്നു. ആ സെയിം കാര്യം, കാരണം ആസ്കി കോഡാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ആയിട്ട് ഏറ്റവും പ്രിലിംസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഗതി. ഓക്കെ, അപ്പോൾ ആസ്കി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ടെക്നോളജി. ഓക്കെ,
ആൽഫാനോമറിക് കോഡ്സ് ആണെന്ന് പറഞ്ഞു. ആൽഫാനോമറിക് കോഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമ്പേഴ്സ് വരാം, അതേപോലെ സിമ്പിൾസ്, ആൽഫബറ്റ്സ് എല്ലാം വരാം. ഓക്കെ, അതിനെയാണ് ആൽഫാനോമറിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതായത് ഓരോ ക്യാരക്ടേഴ്സും ഈ പറയുന്ന ബൈനറി കോഡിലേക്ക് ആക്കണം. നമ്മൾ നേരത്തെ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ആസ്കി കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ASCII 7 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ 7 ബിറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് 128 ക്യാരക്ടേഴ്സ് വരെ മാക്സിമം അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 96 ക്യാരക്ടേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 94 ക്യാരക്ടേഴ്സ് ആണ്, അതാണ് നമുക്ക് മിനിമം വേണ്ടത്. പക്ഷെ മാക്സിമം അതിൽ 128 ക്യാരക്ടേഴ്സ് വരെ, അതായത് ഇപ്പോൾ ഈ 94 ക്യാരക്ടേഴ്സിന് പുറമെ വേറെ എന്തെങ്കിലും സംഗതികൾ വന്നാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 128 ക്യാരക്ടേഴ്സ് വരെ ഇങ്ങനെ 7 ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ മിനിമം ആണ് നേരത്തെ കണ്ട 96. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ASCII 7 എന്നുള്ളത് 8 ആയിട്ടൊരു മോഡിഫിക്കേഷൻ അവർ ചെയ്തു. ഓക്കെ, ആ 8 ആയിട്ട് മോഡിഫൈ ചെയ്യുമ്പോൾ അവർക്ക് എന്തായി 256 ക്യാരക്ടേഴ്സ് അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, 256 ക്യാരക്ടേഴ്സ്, അതിൽ 94 ഗ്രാഫിക്സ്, 34 നോൺ പ്രിന്റിങ്, അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകണ്ട. ആസ്കിയുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഫുൾ ഫോം എന്താന്ന് പഠിക്കുക. പിന്നെ എന്ന് വെച്ചാൽ അത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ആസ്കി കോഡ് കൊണ്ടുവരുന്നത്. അതായത് കമ്പ്യൂട്ടറുകൾ അന്നത്തെ കാലത്ത് നിർമ്മിക്കുമ്പോൾ പല കമ്പനികൾ അല്ലെങ്കിൽ പല ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ അതിന് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന പോലെ കോഡ് ചെയ്ത് തുടങ്ങിയാൽ സംഗതി ശരിയാവില്ല. ഓക്കെ, സോ അതിലൊരു യൂണിഫോമിറ്റി വരുത്താനായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ ആസ്കി കോഡ് കൊണ്ടുവരുന്നത്. അപ്പൊ ആസ്കി കോഡ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റി. ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിഫോമിറ്റി എല്ലാ മാനുഫാക്ചറേഴ്സും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസ്കി കോഡിന്റെ ഒരു വരവ് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യം നിങ്ങൾ എഴുതണം. ആസ്കി കോഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് എഴുതുക, ഇൻ ബിറ്റ്വീൻ ദ മാനുഫാക്ചറേഴ്സ് ഫോർ എ യൂണിഫോമിറ്റി in the binary language of computer, they have been started developing or they found the ASCII language, American Standard Code for Information and Technology. Okay, ആ കാര്യം ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, സോറി, ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, ആ കാര്യം സ്റ്റേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ അതിൽ പറയുമ്പോൾ നേരത്തെ പറയുന്ന ഒരു 7 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ഓരോ ക്യാരക്ടറിനെ യൂസ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ 128 ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മാക്സിമം ലിമിറ്റ് ഈസ് അപ് ടു 128 ക്യാരക്ടേഴ്സ്. 128 ക്യാരക്ടേഴ്സ് വരെ നമുക്കതിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ട് അവർ ASCII 2 എന്ന് പറയുന്ന അല്ലെങ്കിൽ ASCII 8 എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഫസ്റ്റ് 7 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരുന്നെങ്കിൽ പിന്നെ അത് 8 ബിറ്റ് ആക്കി മാറ്റി. അതായത് ഒരു ക്യാരക്ടറിന് 8 ബിറ്റ് റെപ്രസെന്റേഷൻ. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം 124 എന്നുള്ള ലിമിറ്റ് കുറച്ചും കൂടി, അതായത് ബൈനറി നമ്പേഴ്സ് എഴുതുമ്പോൾ 124 വരെ എഴുതാൻ 124 വരെ പോവുമെങ്കിൽ അത് ഒരു 256 വരെ 256 വരെ അത് ഒന്ന് എൻലാർജ് ചെയ്യാൻ, അതിന്റെ ലിമിറ്റ് എൻലാർജ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോ ഈ 7 ബിറ്റ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ 8 ബിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞൊരു നമ്മളൊരു സീറോസും വൺസ് ഒരു 2 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ തുടക്കത്തിൽ നിന്ന് വിചാരിക്കുക. അതായത് 0 1 അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ബേസിക് ആയിട്ടൊരു 1 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെന്ന് വിചാരിക്കുക. 1 ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനറിയിൽ നമുക്കറിയാം സീറോസും വൺസും ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 ബിറ്റ് റെപ്രസെന്റേഷനിൽ നമുക്ക് ആകെ ഡിനോട്ട് ചെയ്യാൻ പറ്റിയ ഒരു 0 ഒരു 1 മാത്രമാണ്. ഓക്കെ, 0 എന്നുള്ളതിനെ 0 കൊണ്ടും 1 എന്നുള്ളതിനെ 1 കൊണ്ടും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി അതൊരു 2 ബിറ്റ് ആക്കിയ അപ്പൊ എന്തായി 0 0 0 1 1 0 1 1. അപ്പൊ ഏകദേശം അത് ന്യൂമറിക്കിന് എടുക്കുകയാണെങ്കിൽ ഒരു 4 വിരൽ ഡിജിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനപ്പുറം ഉള്ളത് പറ്റില്ല. അപ്പൊ ഒരു 4 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ABCD ആണെങ്കിൽ ABCD മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് 2 ബിറ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ അത് അപ് ടു 7 ബിറ്റ് ആണെങ്കിൽ ഓക്കെ, അപ്പോൾ 1 ബിറ്റിന് 2 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി, 2 ബിറ്റിന് 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു 7 ബിറ്റ് ആവുമ്പോൾ ഒരു 94 ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ ഒരു മിനിമം ലിമിറ്റ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ ഒരു 1 ബിറ്റിൽ 2 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു
2 ബിറ്റിൽ നമുക്ക് 4 ക്യാരക്ടേഴ്സ് വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ, അതായത് സീറോസും വൺസും അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ടിട്ട് അങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിടുമ്പോൾ ഒരു 7 ബിറ്റിൽ നമുക്ക് 124 ക്യാരക്ടേഴ്സ് വരെ പറ്റുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. സോറി, 124 128 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് പറ്റുന്നു. 128 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് പറ്റുന്നു. സീറോസും വൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഓരോ ക്യാരക്ടറിന് അലോട്ട് ചെയ്യുകയാണെങ്കിൽ 128 ക്യാരക്ടേഴ്സ് വരെ പറ്റുന്നു. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചതെന്ന് വെച്ചാൽ 94 ക്യാരക്ടേഴ്സ് സാധാരണഗതിയിൽ നമുക്ക് മതി. പക്ഷെ ആസ്കി 7ൽ 128 വരെ പറ്റുന്നു. അപ്പോൾ 7 ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൺസും സീറോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോന്നിനും സെപ്പറേറ്റ് കോഡ് കൊടുത്തിട്ട് നമ്മൾ 128 ക്യാരക്ടേഴ്സ് ആക്കിയത്. അപ്പോൾ ഓരോ ബിറ്റ് കൂടുമ്പോഴും നമുക്ക് സീറോസും വൺസും ആഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കൂടുന്നു. അതിനനുസരിച്ച് കൂടുതൽ സംഗതികൾ നമുക്ക് അതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. സോ എന്ത് ചെയ്തു, അവർ ഒരു അപ്ഗ്രഡേഷൻ എന്ന നിലയ്ക്ക്, ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് അതിനൊരു 8 ബിറ്റ് ആക്കാണ്. 7 ബിറ്റ് എന്നുള്ളത് 8 ബിറ്റ് ആക്കാണ്. സോ അതിനുശേഷമാണ് ഈ മാറ്റങ്ങൾ വേറെ വരുന്നത്. അപ്പൊ 8 ബിറ്റ് ആകുമ്പോൾ എന്താ, ഈ 128 എന്ന് പറയുന്ന റേഞ്ച് ഒന്നും കൂടി ഒരു 256 ആകുന്നു. ഓക്കെ, അപ്പൊ 8 പ്ലേസുകൾ കിട്ടി വൺസ് സീറോസ് അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് കൊണ്ടുവരിക. ആദ്യം ഒരു 1 ബിറ്റ് ആയിരുന്നു, ഒരു 1ഉം 0യും ആകെ 2 ക്യാരക്ടേഴ്സ് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 2 ബിറ്റ്, അപ്പൊ അതിൽ 1110 0110 എന്നുള്ള തല തിരിച്ചിട്ട് നമുക്ക് 4 വരെ പറ്റിയിരുന്നു. ഓക്കെ, ഒരു 2 ബിറ്റ് റെപ്രസെന്റേഷനിൽ. ഇതെന്ന് വെച്ചാൽ ലെങ്തി ആയിട്ടൊരു 8 ബിറ്റ് ആയി. അപ്പൊ 8 സ്ഥലങ്ങളിൽ 1ഉം 0യും മാറി ഇടാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ 8 സ്ഥലങ്ങളിൽ 1ഉം 0സും മാറ്റി ഇടുമ്പോൾ ഏകദേശം 256 ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്ര വരെ നമുക്കതിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് എഴുതി നോക്കാം. ഇതേപോലെ 8 കള്ളി വരച്ചിട്ട് 1ഉം 0യും മാറ്റി ഇട്ടിട്ട് ഓരോന്നിനും ഓരോ റെപ്രസെന്റേഷൻ. ഇപ്പൊ 000ക്ക് 0, 0001ന് 1, അതേപോലെ 10 നമ്പേഴ്സ്, അതേപോലെ ആൽഫബറ്റ്സ്, അങ്ങനെയൊക്കെ അസൈൻ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആരും അതിന് മെനക്കേടണ്ട, അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്ട്രെയിൻ എടുക്കേണ്ട. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പ്രൂവഡ്. ദെൻ അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഇത്രയും ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് രൂപം, ആസ്കി കോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്നതിന്റെ ഒരു ഫസ്റ്റ് രൂപം അതായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ചും കൂടി ഒരു പുതുക്കിയിട്ടുള്ള വെർഷൻ ആയിരുന്നു എപ്സിഡിക് എന്ന് പറയുന്നത്. എപ്സിഡിക്കിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അതാണ് എപ്സിഡിക് എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്കിയുടെ ഒരു പുതുക്കിയ രൂപം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആസ്കി എന്നുള്ളത് തന്നെ 8 ബിറ്റ് എടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് അപ്പൊ അതിന് അവരൊരു പുതിയൊരു സംഗതിയായിട്ട് നെയിം ചെയ്തു. അതാണ് എപ്സിഡിക് എന്ന് പറയുന്നത്. സോ 8 ബിറ്റ് റെപ്രസെന്റേഷൻ തന്നെ കുറച്ചും കൂടി അധികം സംഗതികൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി. 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഇതേപോലെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം കൂടി 256 തന്നെയായിരിക്കും അതൊരു ക്യാരക്ടേഴ്സ് വരിക. ദെൻ അതിൽ അവർ ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത്, എപ്സിഡിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് BCD എന്ന് പറയും, ബൈനറി കോഡഡ് ഡെസിമൽ. അത് വെച്ചിട്ടാണ് അവർ ആ ലാംഗ്വേജ് കോഡിങ് നടത്തിയിരുന്നത്. ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ സാധാരണ നമ്മൾ 8 ബിറ്റ് ഡയറക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം അവർ എന്ത് ചെയ്തു, ക്യാരക്ടേഴ്സിന് ഒന്നുകൂടി റെപ്രസെന്റേഷൻ ഒന്നുകൂടി വിപുലീകരിച്ചു. ഓക്കെ, അവര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ